നമ്മളിൽ പലർക്കുമുള്ളൊരു പ്രോബ്ലമാണല്ലേ, നാളേക്ക് വരാനുള്ള എന്തിനെയോ കുറിച്ച് ആലോചിച്ച് ഇന്ന് തന്നെ ഇങ്ങനെ വെറീഡ് ആയിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് ഇന്നത്തെ സന്തോഷത്തിന് ഇല്ലാണ്ടാക്കുക, ഉറക്കത്തിനെ നഷ്ടപ്പെടുത്തുക, സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വെറീഡ് ആയിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ മിക്കവരിലും ഉള്ളതായിട്ട് നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം നടക്കാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ആ നടക്കാത്ത ഒരു കാര്യം നിങ്ങളത് മൈനസായിട്ട്, നിങ്ങളൊരു നെഗറ്റീവായിട്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ അത് നടന്നിട്ടില്ല. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കും തോറും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ആ നടക്കാത്ത ഒരു സംഭവത്തെ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്ത നെഗറ്റീവാണ് അല്ലേ. അപ്പം നിങ്ങൾ നടക്കാത്ത ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയാണ്. ആ ഭയം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ആ നടക്കാത്ത ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. നിങ്ങളുടെ ചിന്തയാണ് അതിന് പ്രധാന കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നു. എന്തോ ഒരു വിഷയം എന്തുമായിക്കൊള്ളട്ടെ, അതൊരു നെഗറ്റീവ് ഒരു വിഷയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും തോറും നിങ്ങൾ അതിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ആ നടക്കാത്ത ഒരു സംഭവത്തിനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ആ ഭയം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ചിന്ത അത് നിങ്ങളെ ആ ഒരു നെഗറ്റീവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലൊക്കെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതിന് നേരെ വിപരീതമായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ലൈഫിൽ നാളെ ഒരു ട്രാജഡി നടക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നാളേക്ക് ഒരു നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. ഒരു ഉദാഹരണം. അപ്പോൾ നിങ്ങൾ അതിന് വിപരീതമായിട്ട് ചിന്തിക്കുക. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഞാൻ നാളെ വളരെയധികം ഹാപ്പി ആയിരിക്കും. ഞാൻ മനസ്സിൽ ഭയപ്പെടുന്ന ആ ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അതെൻ്റെ ചിന്ത മാത്രമാണ്. എൻ്റെ ആവശ്യമില്ലാത്ത അനാവശ്യമായ ഒരു ചിന്തയാണത്. എൻ്റെ അനാവശ്യമായിട്ടുള്ളൊരു ഭയമാണത്. ആ ഭയമാണ് എനിക്ക് ഈ നെഗറ്റീവിനെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. എൻ്റെ ഈ നെഗറ്റീവ് ചിന്തയാണ് എൻ്റെ പ്രശ്നം, അല്ലാതെ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളോട് പറയുക. ഞാൻ നാളെ വളരെ ഹാപ്പി ആയിട്ടിരിക്കും. നാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യും. എൻ്റെ ജീവിതം വളരെ മനോഹരമായിട്ട് തന്നെ നാളേക്ക് ഞാൻ തുടങ്ങും. വളരെ ഹാപ്പി ആയിട്ട്, വളരെ ആരോഗ്യവാനായിട്ട് ഞാൻ നാളേക്കുള്ള എൻ്റെ എല്ലാ പ്രോഗ്രാംസും ഞാൻ ചെയ്ത് തീർക്കും. ഹാപ്പി ആയിട്ട് തന്നെ എൻ്റെ നാളത്തെ ഒരു ദിവസം ഞാൻ എൻഡ് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ ചിലപ്പോൾ നാളേക്ക് വരാനായിട്ട് നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് നിങ്ങളുടെ ചിന്ത കാരണം അത് പോസിറ്റീവായിട്ട് മാറും. ഇവിടെ മെയിൻ പ്രോബ്ലം എന്താണ്? നിങ്ങളുടെ ചിന്തയാണ്. നാളേക്ക് എന്നുള്ള പറയുന്നത്, നാളെ എന്നൊരു ദിവസം അത് നമ്മുടെ ഒരു ചിന്തയാണല്ലേ. ഇപ്പം നാളെ എന്നൊരു ദിവസം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നാളേക്ക് എന്നുള്ളത് അല്ലേ. പക്ഷേ നാളെ എന്നുള്ളത് ഉണ്ടാവണം എന്ന് ഉറപ്പില്ല. നാളെ നമ്മളിപ്പോൾ കിടന്നു, നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചിന്ത എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ പോസിറ്റീവായിട്ട് ചിന്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പോസിറ്റിവിറ്റിയെ അട്രാക്റ്റ് ചെയ്യും. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ നെഗറ്റിവിറ്റിയെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ചിന്ത പോസിറ്റീവായിട്ട് വയ്ക്കുക, നിങ്ങളുടെ സംസാരം പോസിറ്റീവായിട്ട് വയ്ക്കുക. അപ്പോൾ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളെ വരാനുള്ള നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവായിട്ട് അങ്ങോട്ട് മാറ്റിയാലോ? അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.